എത്ര പ്രാവശ്യമായി പറയണു അമ്മേ, അഴിഞ്ഞു കിടക്കണ ഈ മുടി ബുദ്ധിമുട്ടാന്ന്. ഒന്ന് കെട്ടിവെച്ചൂടാ അമ്മയ്ക്ക്. സമയായില്ലേ ഉമ്മി, സമയായില്ല. ഞാൻ ഇറങ്ങണു. 4 ദിവസം കഴിഞ്ഞേ വരൂ. ഞാൻ ഇനി കളരിയിലേക്ക് പോവാ അമ്മേ. പിന്നെ പോവാതെ? കളരി വാതിൽ അടഞ്ഞു കിടക്കണു. ഗുരുക്കളെയും ശിഷ്യന്മാരെയും കാണാനുമില്ല. പിന്നെന്തിനു ഞാനിവിടെ നിക്കണ്? അച്ഛനില്ലാന്ന് വെച്ച് അങ്ങനെ ഇങ്ങോട്ട് മിണ്ടാതെയും പറയാതെയും പോണോ? കാണാൻ കൊതിക്കണ ഒരാള് ഇവിടെ ഇല്ലേ? തിരി തണ്ണീര് കുടിച്ചിട്ട് പോവാലോ. എവിടെ പോയി കന്നിപ്പെണ്ണിന്റെ അച്ഛൻ? അതറിഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞില്ലേ താഴേക്കാവിലെ ഭഗവതിക്ക് പള്ളിപ്പാന ഇന്ന് അച്ഛന്റെ വക? എന്നോടാരും പറഞ്ഞില്ല. അച്ഛനും പറഞ്ഞില്ല, മകളും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുന്ന കരുതി മകള് പറഞ്ഞില്ല, മകള് പറഞ്ഞിട്ടുണ്ടാവുന്ന കരുതി അച്ഛനും പറഞ്ഞില്ല. പെണങ്ങണ്ട, ദാ ഇപ്പൊ പറഞ്ഞിരിക്കണു സന്ധ്യക്ക് കാവില് വരണം. വരാം. ഗുരുക്കളാണ് ക്ഷണിച്ചതെങ്കിൽ എന്തെങ്കിലും ഒഴികഴിവ് പറയായിരുന്നു. ഈ മകള് ക്ഷണിക്കുമ്പോ അതും വയ്യല്ലോ. നിക്കുണ്ട് ഒരു പിണക്കം. എത്രയായി പറയണു കുതിര ഓടിക്കാൻ പഠിപ്പിക്കാന്ന്, എന്നിട്ട് ഇതുവരെ അതുണ്ടായില്ല. അതിനെ ഓടിക്കാൻ എന്തത്ര പഠിക്കാൻ? കയറഴിച്ചു വിട്ട അതങ്ങോട്ട് ഓടിക്കോളും. കളിയാക്കണ്ട, ഞാൻ പഠിപ്പിക്കണം. ഇന്ന് വേണ്ട. ഭഗവതിക്കാവിലെ പാനിക്ക് പോകേണ്ട ആള് അതിന്റെ പുറത്തുനിന്ന് ഉരുണ്ട് വീണാലേ എനിക്ക് വേദനിക്കും. അഞ്ചാറ് നാളായിട്ട് ഗുരുക്കളുടെ മോൾക്കൊരു വിഷാദം പോലെ. മിണ്ടാട്ടില്ലായ. ആ വരണുണ്ട് കാരണക്കാരൻ. കണ്ടൂലോ ആളെ? നീ നേരിട്ട് പറഞ്ഞോളൂ. എന്താ കാര്യം? അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുവോ? കളരി ഒരു ദിവസം ഇല്ലാണ്ടിരുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ കാത്തിരിക്കായിരുന്നു. അച്ഛൻ 4 ദിവസം പുതുശ്ശേരിയിൽ പോയി അച്ഛന്റെ കൂടെ. തമ്പുരാനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. തമ്പുരാനെ കാണാനോ അതോ അവിടുത്തെ ഏതെങ്കിലും തമ്പുരാട്ടിമാരെ കാണാനോ? ഇവിടുത്തെ ഒരു തമ്പുരാട്ടെ കണ്ടിട്ട് തന്നെ കൊതി തീർന്നില്ല. എന്നിട്ടല്ലേ ഞാനങ്ങട്ട് ആറ്റുമണമേലേക്ക് വരാൻ നിൽക്കായിരുന്നു. എന്തിനു? അച്ഛൻ പറഞ്ഞിട്ട് നമ്മളെ തമ്മിലൊന്ന് തൊടുക്കണം അച്ഛൻ. അങ്ങനെ മോഹമുണ്ടോ ഗുരുക്കൾക്ക്? ഇവിടെ ഒരാൾക്ക് മോഹമില്ലേ? ഇല്ലെങ്കിൽ വരണ്ട. കാണുമ്പോ ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിന്നാല് പിന്നെയും പോവല്ലോ പുതുശ്ശേരിയില്. പിന്നെ നോക്കിക്കോ, നാളെ പുലർച്ചയ്ക്ക് മുമ്പുണ്ടാവും ആള് അച്ഛന്റെ കളരിയുടെ മുമ്പില്. നിർത്തിൻ. അടവുകളൊക്കെ തികഞ്ഞു ആരോമല്ലേ? അഭ്യാസ കാഴ്ച ഇനി എപ്പോ വേണമെങ്കിലും നടത്താം. അഭ്യാസ കാഴ്ച കഴിഞ്ഞാൽ മംഗലം ആവാം അല്ലേ? എന്താ തിടുക്കായോ? തുളുനാട്ടിന്ന് വലിയ ഗുരുക്കള് വരുത്തുന്നുണ്ടമ്മ, അവിടുത്തെ അടവുകളും കൂടി പഠിക്കാൻ. അപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് അഭ്യാസ കാഴ്ചയുള്ളൂ? അത് പോരെ?
എന്താ കന്നി വിശേഷിച്ച്? ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. അങ്ങനെ വെറുതെ വരാറില്ലല്ലോ കേളുഗുരുക്കളുടെ മകള് ആറ്റുമണമേലിക്ക്. ആരോമലിനെ കാണാൻ അല്ലേ? എന്തെങ്കിലും ചൊല്ലി അയച്ചോ ഗുരുക്കള്? അവൻ ഏതു നേരം ആ കുതിരയുടെ കൂടെയല്ലേ? എന്തോ ഭാഗ്യത്തിന് അതിന്റെ കൂടെയല്ല ഉറക്കുന്ന മാത്രം. പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. കുതിരയും കളിപ്പിച്ചും കൊണ്ട് ചെന്ന് അന്വേഷിക്ക്. ഒന്നുമില്ല. കയറണോ ഇതിന്റെ പുറത്ത്? ഉം.